ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഡൗട്ട് ചോദിക്കുന്നതാണ്, SPMAയുടെ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ടോ, ഡിപ്ലോമ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടോ, ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഗൂഗിളിൽ കയറിയതിനു ശേഷം SPMA 2025 എന്ന് അടിച്ചു കഴിഞ്ഞാൽ SPMAയുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും. പക്ഷെ എന്നാൽ PNC-MAക്ക്, AMCS, FNCക്ക്, LBS പോലെയുള്ള വെബ്സൈറ്റിൽ നമ്മുടെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിന്റെ നോട്ടിഫിക്കേഷൻ കാണിക്കാറുണ്ട്. പക്ഷെ ഈ വെബ്സൈറ്റിൽ കാണിക്കാറില്ല. ഒന്നാമത് എറർ ആയതുകൊണ്ടാണ്, അതുപോലെ തന്നെ വെബ്സൈറ്റ് അപ്ഡേറ്റ് ആവാത്തത് കൊണ്ടാണ് നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കാത്തത്. എന്നാൽ നമുക്ക് അലോട്ട്മെന്റ് കാണാൻ വേണ്ടി കുട്ടികൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ആപ്ലിക്കൻ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെന്റ് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. പല കുട്ടികളും കമന്റ് സെക്ഷനിൽ ചോദിച്ചതാണ്, അലോട്ട്മെന്റ് കാണിച്ചതിന് ശേഷം പിന്നീട് എറർ കാണിക്കുന്നുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് അലോട്ട്മെന്റ് കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. പിന്നീട് എറർ ആയാലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും കോളേജിൽ നിന്നും. ഒന്നുകിൽ കോണ്ടാക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് SMS വരും. അഥവാ നിങ്ങൾക്ക് ഇതൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം SPMAയിൽ വളരെ ചുരുക്കം കോളേജസ് മാത്രമാണ് നമുക്ക് വെക്കാൻ വേണ്ടി സാധിക്കുന്നത്. 3 കോളേജസ് മാത്രമായിരുന്നു പല കുട്ടികളും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 3 കോളേജിലെയും കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും എല്ലാം തന്നെ നമ്മുടെ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അത് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടോ, അലോട്ട്മെന്റ് അതിൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് കോളേജിൽ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി ഏതെങ്കിലും കുട്ടികൾക്ക് കോളേജിൽ നിന്നും വിളി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ പറയുക. അതുപോലെ തന്നെ നിങ്ങളുടെ മെയിൽ നിരന്തരമായി ചെക്ക് ചെയ്യുക, SMS നോക്കുക. പല കുട്ടികളും SMS ഒന്നും ടോപ്പ് അപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ SMS പല കുട്ടികൾക്കും കിട്ടാതെ വരുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീചാർജ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. CPASൽ തന്നെ പല കുട്ടികളും മെയിൽ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട്, അതായത് Gmail അപ്ഡേറ്റ് ആവാത്തത് കൊണ്ട് തന്നെ പലർക്കും മെയിൽ കിട്ടാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അതുപോലെയുള്ള മിസ്റ്റേക്ക് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അതുപോലെ പല കുട്ടികളും ചോദിക്കുന്നതാണ് ഈ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളത്. നമ്മുടെ പ്രോസ്പെക്ടസിൽ തന്നെ ഡിപ്ലോമ കോഴ്സസിന്റെയും അതുപോലെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസിന്റെയും ഫീ സ്ട്രക്ചർ കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് നിങ്ങൾ അടയ്ക്കേണ്ട ഫീ എന്ന് പറയുന്നത്. ഈ അസോസിയേഷനിൽ നിങ്ങൾ ഡൊണേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ടോക്കൺ ഫീസ് അടച്ച് അടുത്ത അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. കോളേജിൽ നിന്നും വിളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് പോയി ഫീസ് അടച്ച് ഡോക്യുമെന്റ്സും കൊടുത്ത് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഡിപ്ലോമയുടെ റാങ്ക് ലിസ്റ്റ് വരും എന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെയും റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല. ഷെഡ്യൂൾഡ് ഡേറ്റിനെല്ലാം തന്നെ വേരിയേഷൻസ് വന്നിട്ടുണ്ട്. പുതിയ ഡേറ്റ് അപ്ഡേറ്റ് ആകുന്നതായിരിക്കും. അതനുസരിച്ച് നമ്മുടെ ചാനലിലൂടെയും പറയുന്നതായിരിക്കും കേട്ടോ. അതുപോലെ ഏതെങ്കിലും കോളേജസിൽ നിന്നും വിളി വന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന ഫീസിനേക്കാളും കൂടുതലാണോ ചോദിച്ചിട്ടുള്ളത് എന്നതും കൂടി കമന്റ് സെക്ഷനിൽ പറയുക. അതുപോലെ കൂടുതലാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടേക്ക് നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് എന്തിനുള്ള ഫീസാണ് എന്നുള്ളത്. ഈ ഒരു അസോസിയേഷൻ വഴി ഇത്ര ഫീസ് മാത്രമാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. ഇതിൽ കൂടുതൽ ഫീസ് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഉള്ളതാണ്. നമുക്ക് വന്നിട്ടുള്ള ഷെഡ്യൂൾഡ് ഡേറ്റിന് വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുന്നതനുസരിച്ച് പറയുന്ന ഡേറ്റിൽ, അതായത് നിങ്ങൾക്ക് മെയിലാണോ SMS ആണോ വരുന്നത്, അതിൽ നിങ്ങൾക്ക് ഡേറ്റ് കൂടി ഉണ്ടാകും. അതായത് ഇന്ന ദിവസം നിങ്ങൾ കോളേജിൽ ചെന്ന് ഇത്രയും ഫീസ് അടച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം എന്നുള്ള രീതിയിൽ വരുന്നതായിരിക്കും. ഫീസ് സ്ട്രക്ചർ നിങ്ങൾക്ക് ഡൗൺലോഡ് പ്രോസ്പെക്ടസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ്ഡ്, തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ്ഡ് എന്ന് ഈ വെബ്സൈറ്റിൽ കാണില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും നിരന്തരമായി സൈറ്റ് ചെക്ക് ചെയ്യുന്നതോടൊപ്പം ആപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇതൊക്കെ റീചാർജ്ഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. മെയിൽ ID നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് മെയിൽ വരികയുള്ളൂ. അതുപോലെ തന്നെ SMS ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോപ്പ് അപ്പ് ചെയ്ത് വെച്ചിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് SMS വരികയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളും കൂടി മനസ്സിലാക്കുക. കാരണം ഇത് എടുത്തു പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്, CPASൽ നമുക്ക് ഇതുപോലെ കൗൺസിലിംഗ് മെമ്മോ ആയിട്ടോ മെയിൽ ആയിട്ടോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പല കുട്ടികൾക്കും മെയിൽ അപ്ഡേറ്റ് ആവാത്തത് കൊണ്ട് തന്നെ കിട്ടിയിട്ടില്ല.
അതായത് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അവരത് അറിഞ്ഞിട്ടില്ല. മെയിൽ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് പല കുട്ടികളും മെയിൽ കാണുന്നത്. അതുകൊണ്ട് നിരന്തരമായി മെയിൽ ചെക്ക് ചെയ്യുക, SMS നോക്കുക, അതുപോലെ കോളേജിൽ വിളിച്ചന്വേഷിക്കുക. കോളേജിൽ നിന്നും കോള് വരികയാണ് എന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ്സും അതുപോലെ തന്നെ ഫീസൊക്കെ റെഡിയാക്കി വേണം നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടത്. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതും നമ്മുടെ പ്രോസ്പെക്ടസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് കൊടുക്കുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന്റെ കോപ്പി നിങ്ങൾ ഗസറ്റ് ഓഫീസറിൽ നിന്നും അറ്റസ്റ്റ് ചെയ്ത് കുറച്ച് കൂടുതൽ കോപ്പീസ് മാറ്റിവെക്കുക. അതുപോലെ തന്നെ പല കുട്ടികളുടെയും ഡൗട്ടാണ് SPMAയിൽ ഡൊണേഷൻ ഉണ്ട് എന്നുള്ളത്. ഇവിടെ ഡൊണേഷൻ ഇല്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. PNC, MAK, AMCS, FNCK പോലെയുള്ള ഒരു അസോസിയേഷൻ ആണ് SPMAയും. ഇവിടെയും നിങ്ങൾ ഈ ഒരു അസോസിയേഷനിൽ പറയുന്ന ഫീസ് മാത്രമാണ് കൊടുക്കേണ്ടത്. ഡൊണേഷനും കാര്യങ്ങളും ഇവിടെ വരുന്നില്ല. ഡൊണേഷൻ വരുന്നത് നിങ്ങൾ ഡയറക്റ്റ് മാനേജ്മെന്റ് സീറ്റ് എടുക്കുമ്പോഴാണ് ഡൊണേഷൻ വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഡിപ്ലോമയുടെ റാങ്ക് ലിസ്റ്റ് ചോദിക്കുന്ന കുട്ടികളോട് നമ്മുടെ ഷെഡ്യൂൾഡ് ഡേറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്, റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല, സോറി നോ ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സൈറ്റിൽ കാണിക്കുന്നത്. എന്നാൽ നമുക്ക് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസിന്റെ റാങ്ക് ലിസ്റ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. അത് നമുക്ക് സൈറ്റിൽ കാണാൻ വേണ്ടിയും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത് പോലെ തന്നെ സോറി എന്ന് പറഞ്ഞിട്ടാണ് വരുന്നുണ്ടാവുക വെബ്സൈറ്റിൽ. അതിനർത്ഥം റാങ്ക് ലിസ്റ്റ് ഡിപ്ലോമ പാരാമെഡിക്കലിൻ്റെത് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് SPMA അസോസിയേഷനിൽ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യുക. നിങ്ങൾ അറിയുന്ന അപ്ഡേറ്റ്സ് നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പല കുട്ടികളും ടൈമിന് അപ്ഡേറ്റ് അറിയാത്തത് കൊണ്ട് അലോട്ട്മെന്റുകളും അഡ്മിഷനും ഒക്കെ നഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഷെയർ ചെയ്തുകൂടെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ സൈറ്റിൽ കയറി ആപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ആപ്ലിക്കൻ മൊബൈൽ നമ്പർ ഒക്കെ കൊടുത്തതിന് ശേഷം ശ്രദ്ധിക്കുക, ആ മൊബൈൽ നമ്പർ റീചാർജ്ഡ് ആയിരിക്കണം, ഓൾറെഡി ടോപ്പ് അപ്പും ഉണ്ടായിരിക്കണം. അതായത് SMS വരുന്ന രീതിയിലായിരിക്കണം റീചാർജ് ചെയ്തിട്ടുണ്ടാവുക. നമുക്കറിയാം ഇപ്പോൾ റീചാർജ് ചെയ്യുമ്പോൾ നെറ്റ് മാത്രമായിട്ടുള്ളത് കൊണ്ട് നെറ്റ് പ്ലസ് കോൾ ഉണ്ട്, ചിലതിൽ SMS ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം റീചാർജ് ചെയ്ത് വെക്കാനായിട്ട്. അതുപോലെ തന്നെ എല്ലാവരും Gmail അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് Gmailന്റെ ആപ്പ് തന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കയറിയതിന് ശേഷം Gmail എന്ന് അടിച്ചു കൊടുത്താൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ അപ്ഡേറ്റ് കൂടി ചെയ്ത് വെക്കാൻ വേണ്ടി നോക്കുക. കുട്ടികളുടെയും ചെറിയ ചെറിയ മിസ്റ്റേക്ക് കാരണമാണ് അലോട്ട്മെന്റുകൾ അറിയാതെ പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ബേസിക് ആയിട്ട് വരെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. പല കുട്ടികളും ചോദിക്കുന്നതാണ് ഇതിന്റെ ഒരു പ്രഡിക്ഷൻ വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. ഈ വർഷത്തെ വെബ്സൈറ്റ് തന്നെ അപ്ഡേറ്റഡ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിലും പല എററുകളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വെബ്സൈറ്റിൽ നല്ല രീതിയിൽ തന്നെ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ വർഷത്തതും ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ലാത്തത് കൊണ്ടാണ് പ്രഡിക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി സാധിക്കാത്തത്. അതുപോലെ തന്നെ ഇവിടെയുള്ള സീറ്റും വളരെ കുറവാണ്. ഓരോ കോളേജസും 30 സീറ്റുകൾ വീതമൊക്കെയാണ് വരുന്നത്. അത് പല രീതിയിൽ റിസർവേഷൻ ആയിട്ടും പോകുന്നുണ്ട്. NRI സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും മാറ്റി വെച്ചിട്ടുണ്ട് സീറ്റുകൾ. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിൽ ആദ്യം വന്നിരിക്കുന്ന പ്രയോറിറ്റി ഉള്ള സ്റ്റുഡൻസിനായിരിക്കും ഇവിടെയും കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവുന്നത്. അതുപോലെ നിങ്ങൾ ഓൾറെഡി 3 കോളേജസിലായിരിക്കും വെച്ചിട്ടുണ്ടാവുന്നത്. അപ്പോൾ ആ കോളേജിൽ നിരന്തരമായി വിളിച്ച് അന്വേഷിക്കാനും കൂടി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കോളേജിന്റെ നമ്പറും ഡീറ്റെയിൽസും ഇമെയിൽ IDയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോസ്പെക്ടസിലുണ്ട്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ കൂടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.